ഹായ് ഫ്രണ്ട്സ്, സോൾട്ട് ആൻഡ് പേപ്പറിൽ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന വിഭവം എന്താണെന്നറിയണ്ടേ? നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് നാടൻ ചിക്കൻ തോരനാണ്. അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഇഞ്ചി 100 ഗ്രാം, പച്ചമുളക് 4 എണ്ണം, കറിവേപ്പില 5 ഇതൾ, മല്ലിയില 5 ഇതൾ, പുതിനയില 5 ഇതൾ, വറ്റൽമുളക് 4 എണ്ണം, വെളുത്തുള്ളി 100 ഗ്രാം, മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ, ഉഴുന്നുപരിപ്പ് 1 ടേബിൾ സ്പൂൺ, ഗരം മസാല 1 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ 300 ഗ്രാം, കശ്മീരി മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 4 ടേബിൾ സ്പൂൺ, കടുക് 1/4 ടീസ്പൂൺ, സവോള 1 കിലോ, തേങ്ങ ചിരകിയത് അരമുറി, തേങ്ങ കൊത്തിയത് 2 സ്പൂൺ, നാടൻ ചിക്കൻ 1.5 കിലോ. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായി ഒരു പ്രഷർ കുക്കർ എടുത്ത് ചെറിയ കഷ്ണങ്ങളായി നുറുക്കി വച്ചിരിക്കുന്ന നാടൻ ചിക്കൻ അതിലേക്ക് ഇടുക. എന്നിട്ട് ഇതിന്റെ കൂടെ ആവശ്യത്തിന് ഉപ്പ്, അല്പം മഞ്ഞൾപ്പൊടി, അല്പം വെളുത്തുള്ളി, ഇഞ്ചി ഇവ ചതച്ചത്, 1 ഗ്ലാസ് വെള്ളം ഇവ ചേർത്ത് ഏകദേശം 3 വിസിൽ കേൾക്കും വരെ വേവിക്കണം. അതായത് 15 മിനിറ്റ് നേരം. അതിനുശേഷം കുക്കർ മാറ്റി വെക്കുക. അപ്പോഴേക്കും നമുക്ക് അതിന്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം. ഒരു പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കണം. അതിലേക്ക് 4 വറ്റൽമുളക് മുറിച്ചതും, വെളുത്തുള്ളി, ഇഞ്ചി ഇവ ചതച്ചതും, പച്ചമുളക് 4 എണ്ണം മുറിച്ചതും, ഉഴുന്ന് പരിപ്പ് 1 ടേബിൾ സ്പൂണും, തേങ്ങ കൊത്തിയരിഞ്ഞത് 2 ടേബിൾ സ്പൂണും, സവോള അരിഞ്ഞതും ചേർത്ത് നന്നായി വഴറ്റുക. വഴന്നു വരുമ്പോൾ 1 മുറി തേങ്ങ ചുരണ്ടിയതും ഇതിലേക്കിട്ട് വഴറ്റണം. മൂക്കുമ്പോൾ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കശ്മീരി മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, ഗരം മസാല 1/4 സ്പൂണും ചേർത്ത് ഇളക്കണം. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് നേരത്തെ പ്രഷർ കുക്കറിൽ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർക്കാം. നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച ശേഷം മല്ലിയില, കറിവേപ്പില, പുതിനയില ഇവ ചേർത്ത് വീണ്ടും ഇളക്കുക. ഇനി ലാസ്റ്റായി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇളക്കി മാറ്റി വെക്കണം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ തോരൻ റെഡിയായി എങ്കിലും 1 സ്പൂൺ വെളിച്ചെണ്ണയും കുറച്ച് കരിവേപ്പിലയും കൂടി ചേർത്തിളക്കിയാൽ രുചിയൂറും നാടൻ ചിക്കൻ തോരൻ റെഡി. ഇനി ഇത് ഏതിന്റെ കൂടെയൊക്കെയാണ് കോമ്പിനേഷൻ എന്ന് പറയാം. ഏറ്റവും നല്ലത് കപ്പയുടെ കൂടെ കഴിക്കാനാണ്. അപ്പവും ചോറും ഒക്കെ കോമ്പിനേഷനാണ്. കൂടുതൽ കൊതിയോറും വിഭവങ്ങൾക്കായി ഉടനെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.